ഇതുപോലെ വീണ്ടും സാറിൻ്റെ ഒരു കോംബോ വെച്ച് നോക്കുകയാണെങ്കിൽ ലോഹിതദാസും സാറും തമ്മിലുള്ള ഒരു കോംബോ, അതിന് ശേഷം മലയാള സിനിമയിൽ വന്ന ആ സിനിമകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അപ്പം ലോഹിത് സാറിനെ കുറിച്ചുള്ള ഒരു അനുഭവവും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജവും അതൊക്കെ എങ്ങനെയായിരുന്നു? ലോഹിയുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എന്നെ ഒരു എന്താണ് ഞാൻ പറഞ്ഞത്, തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. തനിയാവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് ഞാൻ എൻ്റെ കരിയറിൻ്റെ ദിശ തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ലോഹിയായിരുന്നു. ലോഹിയുടെ കൂടെ പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് ലോഹി മറ്റൊരാൾക്ക് വേണ്ടി സിനിമ ചെയ്തതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ 4-5 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അതിൽ എല്ലാം വ്യത്യസ്തമായ സിനിമകൾ, എല്ലാം സക്സസ് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എഴുതാപ്പുറങ്ങൾ ചെയ്തു, വിചാരണ ചെയ്തു, മുദ്ര ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ഞങ്ങൾക്ക് വരുന്നത് കിരീടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത 5ാമത്തെ സിനിമയാണത്. അപ്പം പിന്നെ തുടർച്ചയായിട്ട് വീണ്ടും നമ്മളൊരു വളരെ കൊമേഴ്ഷ്യൽ സക്സസ്സും കൂടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾക്ക് അങ്ങനെയും ഒരു ഭാഗ്യമുണ്ടായി. കിരീടവും ദശരഥവും അബ്ദുള്ളയും ഭരതവും കമലദളവും തുടങ്ങി അങ്ങനെ ഒരു ലൈൻ ഓഫ് സക്സസ് ഉണ്ടായി. കൊമേഴ്ഷ്യൽ സക്സസ് മാത്രമല്ല, അല്ലാതെ രീതിയിലും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പം പുതിയ തലമുറയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു താരങ്ങളുടെ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ, ആസിഫ് അലിയെ തന്നെ നമുക്കൊന്ന് എടുക്കാം. സാറിൻ്റെ അപൂർവ രാഗങ്ങൾ എന്നുള്ള സിനിമയിലൂടെയുള്ള ഒരു ആസിഫ് അലിയും പിന്നീട് സാറിൻ്റെ കൊത്തിലേക്ക് വന്നെത്തുന്ന ഒരു ആസിഫ് അലിയും, ഈ ആസിഫ് അലിയിലെ ഒരു നടനിലുള്ള ഒരു മാറ്റം അത് ചിലപ്പോൾ സാറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അപൂർവരാഗത്തിലുള്ള ഒരു ആസിഫ് അലി ആയിരിക്കില്ല വളർന്ന് ഈ കൊത്തിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു ആസിഫ് അലിയുടെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ആസിഫ് അപൂർവരാഗം എന്ന് പറയുന്നത് ആസിഫിൻ്റെ 2ാമത്തെ സിനിമയാണ്. അതിന് മുമ്പ് ഋതു എന്ന് പറയുന്നത്. അപ്പോൾ ഋതു കണ്ടപ്പോഴാണ് ഞാൻ ആസിഫിനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ സിനിമ ചെയ്യുമ്പം എനിക്കറിയാം ഇയാൾ ഒരു പൊട്ടൻഷ്യലുള്ള ആക്ടറാണെന്നുള്ളത് മനസ്സിലായി. ആ കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ആക്ടർ ഇയാൾ തന്നെയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ 1-2 സിനിമകൾ കൂടി ഞാനത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊക്കെ പറ്റിയ കഥകൾ, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളല്ല, അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും രൂപത്തിനൊക്കെ പറ്റുന്ന കഥകൾ വന്നപ്പോൾ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഞാൻ 2010 അപൂർവരാഗം ചെയ്യുന്നത്. 2020 ഞാൻ കൊത്ത് ചെയ്യുന്നത്. ആ ഒരു 10 വർഷം കൊണ്ട് ആസിഫ് എന്ന ആക്ടറുടെ ഒരു ഗ്രോത്ത് ഭയങ്കരമാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അയാൾ ഒരു ആക്ടർ എന്ന നിലയിൽ അയാളൊരു ഇവോൾവ്മെൻ്റ് ഉണ്ട്. അയാൾ ഇവോൾവ് ചെയ്ത് വന്ന ഒരു എന്താണ് ആ ഒരു, പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾക്കൊന്നും അയാൾ ചെയ്തിട്ടില്ല. പക്ഷേ അയാളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് അയാൾക്ക് അധികം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് അയാൾ ചെയ്ത കെട്ടിയോളെണ്ണ മാലാഖ എന്നൊക്കെ പറയുന്ന സിനിമയാണ് അയാളുടെ ഒരു ആക്ടറെ കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അല്ലാതെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അയാളുടെ ഈ ഗ്രോത്തിനെ വളരെ സൂക്ഷ്മമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അയാളുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ട് ഒരു കൊത്തിലെ പെർഫോമൻസും വിലയിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.